ഹായ്, ഞാൻ നസ്രീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉമ്മ ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഉമ്മാനോട് എന്താ പറയുക, ഉമ്മാൻ്റെ പഴയ കളിക്കൂട്ടുകാരനായിരുന്നു നമ്മുടെ പാട്ടുകാരനായിട്ടുള്ള ജമീൽ അല്ലേ, ജമീൽക്ക. അപ്പോൾ ജമീൽക്കാൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സോങ്ങുകളാണ്. നമ്മുടെ ഇപ്പോഴത്തെ മാപ്പിളപ്പാട്ടുകളല്ല, പഴയ ഗൾഫ് പാട്ടുകൾ, അതേപോലത്തെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണ്. ആ ഉള്ള സമയത്ത് അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ മരിച്ചതിന് ശേഷം എല്ലാവരും അംഗീകരിച്ചു. അപ്പം അതേപോലെ തന്നെ ആ പാട്ടുകൾ എല്ലാവരും നിന്ന് ഓർക്കാനും പാടാനൊക്കെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. അപ്പം അമ്മയോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കട്ടോ. അമ്മ മൈക്ക് സെറ്റാക്കി നോക്കി. അപ്പോൾ ജമീൽക്കാരെ കണ്ടിട്ടില്ലേ? പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ വാടക താമസിച്ചിരുന്നു. അവർ നല്ല വീടുണ്ടായിരുന്നു, ചന്തക്കുന്നിൽ വലിയ വീടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ഞങ്ങൾ വാടക താമസിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴും കളിക്കാനായിട്ട് ഞാൻ അവിടെ ചെല്ലും. അപ്പോൾ ജമീലൊക്കെ ഉണ്ടാവും, നിലമ്പൂർ ഷാജ് ഉണ്ടാവും, അതുപോലെ ഉമ്മ ഉണ്ടാകും, ഷക്കീലാമ്മ എന്നാണ് പെങ്ങളെ പേര്, അവരുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ജമീൽക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെ ഒന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് അറിയോ? ജമീൽക്ക ഇഷ്ടംപോലെ പാട്ടുകൾ. അബുദാബിലുള്ളൊരെഴുത്തു പെട്ടി അന്ന് തുറന്ന ഫ്രൂട്ട്സ് കടയിലേ ഒരു ജ്യൂസ് കട ഉണ്ടല്ലോ. ഇപ്പോൾ അതിൻ്റെ ഇപ്പത്തായിരുന്നു വീട്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങണ ഈ സൈഡിലാണ് വീട്. നമ്മൾ പച്ചാളിന് പോയിട്ട് നേരെ റോട്ടിൽ കാണാൻ വീട്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം ആ കൊലാലി നിൽക്കുന്നുണ്ടാവും. ആ കൊലാലി ഇരുന്നുകൊണ്ടാണ് എല്ലാ പാട്ടും ഉണ്ടാക്കുക. അപ്പോൾ വിറകിന് പോകുന്ന ആൾക്കാരെ പറ്റിയും, ഇപ്പം നമ്മളെ കണ്ടഞ്ഞ കണ്ട അന്നെ പറ്റിയും, ആരെ കണ്ട് പറ്റി നമ്മൾ അങ്ങനെ പാട്ടുണ്ടാക്കി അങ്ങനെ പാട്ടും. തെരികയിൽ കെട്ട് വിറകും കയറ്റി നീ വിറകും കെട്ട് നടക്കുമ്പോൾ അവിടെ പാട്ടുകളൊക്കെ വിറക് വെച്ച് പോകുന്ന ആൾക്കാരെ പറ്റി കണ്ടു നിമിഷകവി എന്നൊക്കെ പറയലേ, പെട്ടെന്ന് പാട്ടുകൾ. പിന്നെയാണ് ആർട്ടിസ്റ്റ് ഇതായത്, ഇത് സൈക്യാട്രിസ്റ്റൊക്കെ പിന്നെയാണ് ആയത്. സൈക്യാട്രിസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. പിന്നെ ഞാൻ 6 7 പഠിക്കുന്ന കാലത്താണ് ഞാൻ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 20-22 വയസ്സൊക്കെ ഉണ്ടാവും. വേറെ 2 പാട്ടും കൂടി നമുക്ക് പാടാം. ജമീൻ്റെ പാട്ടിൽ പെണ്ണ് കാണാൻ പോയൊരു പാട്ടുണ്ട്. പെണ്ണിനെ കാണുവാനായി പെണ്ണ് വീട്ടിൽ ഞാനും പോയി, പെണ്ണിനെ കണ്ടപ്പോൾ എൻ്റെ കൽബ് കൊൽവായി. അത്ര അല്ലേ? വരികളൊന്നും ഓർമ്മയില്ല. അപ്പോൾ കുറേ വരികൾ ഓർമ്മയില്ല കേട്ടോ. കുറച്ച് പാട്ടുകൾ മാത്രമേ ഉള്ളൂ, കുറച്ച് വരികൾ മാത്രമേ ഉള്ളൂ ഓർമ്മകളുള്ളത്. അപ്പോൾ ഈ ജമീലിൻ്റെ പാട്ടുകൾ കേട്ട ആൾക്കാർ, അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻസ് അറിയിക്കുക. അറിയാത്തവരും ഈ ഒരു കവിയെക്കുറിച്ച്, ഈ ഒരു പാട്ടിനെക്കുറിച്ച് മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് നാടിൻ്റെ അഭിമാനമായിരുന്നു. നിലമ്പൂരിൻ്റെ അഭിമാനം എന്നൊക്കെ പറയാം. കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് ബഹുമതികളും സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. മരണത്തിന് ശേഷം അംഗീകാരങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നിലമ്പൂർ ഷാജി പ്രശസ്തമായിട്ടുള്ള ഒരു മാപ്പിള പാട്ട് എഴുതുന്ന ഒരാളാണ്, പാടുന്ന ഒരാളാണ്. ഒരുപാട് ഗൾഫ് പ്രവാസികൾ അന്നൊക്കെ ഈ ഫോണൊക്കെ ഇല്ലാത്ത സമയത്ത് കത്തുകളാണ് അയക്കുന്നത്. അപ്പോൾ കത്തുകളൊക്കെ അയക്കുന്ന സമയത്ത് കത്ത് പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു അല്ലേ? ഈ പാട്ടിന് എല്ലാവരും പിടി വലിയ ഞങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ വരും. അപ്പം ഒന്ന് ഉമ്മാനെ പറ്റി 2 പാട്ട് എടുക്കുമ്പോൾ അല്ലേ? ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്, ഉമ്മാനെ മറക്കല്ലേ നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ നരകം നീ തേടല്ലേ. ഇഷ്ടമായോ? അദ്ദേഹത്തിൻ്റെ കല്യാണ സമയത്ത് പാടിയ പാട്ട്, അദ്ദേഹം കല്യാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കല്യാണത്തെ പറ്റിയിട്ട് അദ്ദേഹം പാട്ടുണ്ടാക്കിയത്. അപ്പോൾ ആ പാട്ട് നമുക്ക് കേട്ടോ. പെണ്ണ് ഞാനൊന്ന് കെട്ടിപ്പോയി, പെണ്ണും ഞാനും ഹരാക്കിലായി, പെരുങ്കുടുക്കിൽ വെട്ടി എന്ന മോശനമ്മ, എനിക്കതിൽ പെരുത്ത് സങ്കടമുണ്ട്, കഥ ഇത് കേൾക്ക് ചങ്ങാതി. പെണ്ണുങ്ങൾ പലതാണ് ജാതി, പെണ്ണിനും ഒരു ചെറിയ പൂതി, പെണ്ണ് കെട്ടണമെന്ന് ചിലർ പറഞ്ഞു ആച്ചേതി.